ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ക്യൂട്ടാർട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നത്തേതൊരു ഓർക്കിഡ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. അതായത് നമുക്ക് ഈ വേനൽക്കാലത്ത് ഓർക്കിഡിന് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ജൈവവളമാണ് ഞാൻ ഈ വീഡിയോ കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. വേനൽക്കാലത്ത് ഓർക്കിഡിന് വരുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ലീഫുകളൊക്കെ യെല്ലോ കളറായിട്ട് കൊഴിഞ്ഞു പോകാന്നുള്ളത്. നല്ല ചൂടുള്ള സമയത്ത് പ്ലാന്റ് കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല, കാരണം വെറും തണ്ടും കോലും മാത്രമേ ഉണ്ടാവുള്ളൂ. ലീഫൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ടാവും. ഫെലനോപ്സിസിൻ്റെ കാര്യം പിന്നെ പറയേ വേണ്ട. അതിൻ്റെ ലീഫുകളൊക്കെ ഒരു തളർന്ന അവസ്ഥയാവും, അതായത് ഇങ്ങനെ കൊഴിഞ്ഞ് വീണ് കിടക്കും. ഫ്രഷ് ആയിട്ടുള്ള ലീഫുകളൊക്കെ വളരെ കുറവാകും. അപ്പോൾ ഇത് കണ്ടോ, ഇതെൻ്റെ ഒരു പ്ലാന്റാണ്. ഇതിൽ ആകെ 1-2 ലീഫ് മാത്രമേ നല്ല ഫ്രഷ് ആയിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു പോയി. ഫ്ലെക്സിബിളാണ് ഭയങ്കര, മടക്കാനൊക്കെ പറ്റും. സാധാരണ നമുക്ക് ഫെലനോപ്സിസിൻ്റെ ലീഫൊന്നും ഇങ്ങനെ മടക്കാൻ പറ്റില്ല, പൊട്ടിപ്പോവും. വെള്ളത്തിൻ്റെ കുറവ് കൊണ്ടാണ് ഇങ്ങനെ ഈ പ്ലാന്റിന് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവുന്നത് കേട്ടോ. നമ്മൾ ഡെയിലി നനയ്ക്കാറുണ്ടാവും, പക്ഷേ എന്നാലും ഈ ചൂട് അവർക്ക് സഹിക്കാവുന്നതിൽ അപ്പുറമാണ്. അപ്പോൾ ഇങ്ങനത്തെ പ്ലാന്റുകൾക്ക് ഒരു കൂളിങ് കൊടുക്കാനും പുതിയ വേരുകൾ വരാനും പുതിയ കിക്കീസ് ഉണ്ടാവാനും പ്ലാന്റ് എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടിരിക്കാനും നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഫെർട്ടിലൈസറാണ് കേട്ടോ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഫെർട്ടിലൈസർ കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ പ്ലാന്റ് നന്നായിട്ട് നനയ്ക്കണം കേട്ടോ. അപ്പോൾ ചിലവ് കുറഞ്ഞ് നമുക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഈ വളം ഉണ്ടാക്കിയെടുക്കുന്നത്. അതിലൊന്ന് അലോവേരയാണ്. ഈ അലോവേരയിൽ ഓർക്കിഡിൻ്റെ വളർച്ചയ്ക്ക് ഗുണം ചെയ്യുന്ന ധാതുക്കൾ, വൈറ്റമിൻസ്, മൈക്രോ ന്യൂട്രിയൻസ്, എൻസൈമുകളൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഇത് റൂട്ടുകൾ നന്നായിട്ട് ഉണ്ടാവാനും പുതിയ കിക്കീസ് വരാനൊക്കെ വളരെയധികം സഹായിക്കും കേട്ടോ. കൂടാതെ ഇത് പ്ലാന്റിൻ്റെ സ്ട്രെസ്സ് കുറച്ച് രോഗങ്ങൾക്കും കീടങ്ങൾക്കും എതിരെ പ്രതിരോധ ശേഷി കൂട്ടാനും സഹായിക്കും കേട്ടോ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് മുരിങ്ങയിലയാണ്. മുരിങ്ങയില പിന്നെ ഓർക്കിഡിൻ്റെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കാനും കൂടുതൽ ഇലകൾ വരാനും മൊത്തത്തിലുള്ള ഒരു ഓജസ് വർദ്ധിപ്പിക്കാനും സഹായിക്കും കേട്ടോ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 3 അല്ലി വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഒരിക്കലും കൂടി പോകരുത്. അറിയാലോ, വെളുത്തുള്ളി എന്ന് പറയുന്നത് ഒരു പ്രകൃതിദത്ത കീടനാശിനിയാണ്. മാത്രമല്ല ആൻറ്റിബയോട്ടിക് ഗുണങ്ങളും വെളുത്തുള്ളിക്ക് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ബാക്ടീരിയ, ഫംഗസ് എന്നിവയുടെ വളർച്ചയെ ചെറുക്കാനും വേണ്ടിയിട്ട് ഇത് സഹായിക്കും കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാം കൂടെ ഒരു മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്തു കേട്ടോ. ലേശം വെള്ളം ചേർത്തിട്ടാണ് അടിച്ചത്. അതിനുശേഷം ഇത് ഏകദേശം ഒരു 250 മില്ലി ഉണ്ടാവും. ഇതിൻ്റെ 15 ഇരട്ടി വെള്ളം ചേർത്തിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ സ്പ്രേ ചെയ്യുന്നത് കേട്ടോ. നമ്മളിത് സ്പ്രെയർക്ക് ഒഴിക്കുമ്പോൾ നന്നായിട്ട് അരിച്ചിട്ട് വേണം ഒഴിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ സ്പ്രെയർ കേട് വരും കേട്ടോ. ഈ ഒരു വളം നമുക്ക് ഒരു ദിവസം റെസ്റ്റ് ചെയ്തതിനു ശേഷം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു അരമണിക്കൂർ മാറ്റി വെച്ചതിന് ശേഷമാണ് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ ലീഫ് തളർന്നു പോയ പ്ലാന്റുകളെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നോക്കാൻ പോണത്. ഇതിൻ്റെ 2 ലീഫ് ഒഴിച്ച് ബാക്കി എല്ലാ ലീഫും തളർന്നു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിനായിട്ട് വേറൊരു പാത്രത്തിൽ കുറച്ച് നമ്മുടെ ഈ ഒരു ഫെർട്ടിലൈസർ എടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു കോട്ടൺ മുക്കിയിട്ട് നന്നായിട്ട് ഇതിൻ്റെ ലീഫുകളൊക്കെ തുടച്ചു കൊടുക്കുകയാണ്. ഇപ്പോഴത്തെ പൊടി കാരണം അതിന് ലീഫിനടിയിലുള്ള സുഷിരങ്ങളൊക്കെ അടഞ്ഞു പോയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ വളങ്ങളും വെള്ളമൊക്കെ വലിച്ചെടുക്കാൻ പ്രയാസം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയാൽ അവർക്ക് ഭയങ്കര ഈസിയാവും വളങ്ങളൊക്കെ വലിച്ചെടുക്കാൻ. അപ്പോൾ നന്നായിട്ട് ഞാനതൊക്കെ തുടച്ചു. അതിനുശേഷം ഈ ഒരു പ്ലാന്റ് ചെടിച്ചട്ടിയോട് കൂടിയിട്ട് ഞാൻ ഈ വെള്ളത്തിലേക്ക് കുറച്ച് സമയം ഇറക്കി വെക്കുകയാണ് കേട്ടോ. വേരുകൾ പൂർണ്ണമായിട്ട് മുങ്ങുന്ന രീതിയിൽ മാത്രം ഇറക്കി വെച്ചാൽ മതി. പ്ലാന്റ് മൊത്തത്തിൽ മൂടി പോവണ്ട കേട്ടോ. ഏകദേശം 1 മണിക്കൂറൊക്കെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. പ്ലാന്റുകൾ നന്നായിട്ടൊന്ന് കൂളാവട്ടെ. ഇനി നമുക്ക് നമ്മുടെ മറ്റുള്ള പ്ലാന്റ്സിനൊക്കെ ഈ വളം കൊടുക്കാം കേട്ടോ.
വളം കൊടുക്കുമ്പോൾ നമ്മൾ പ്ലാന്റിൻ്റെ മൊത്തമായിട്ട് പിന്നെ ലീഫും വേരുകളും ഒക്കെ നനയുന്ന രീതിയിൽ തന്നെ വളം കൊടുക്കുക. ഞാനിതിൻ്റെ ചെറിയ പ്ലാന്റുകൾക്കും വലിയ പ്ലാന്റുകൾക്കും ഒരേപോലെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിന് പ്രായവ്യത്യാസങ്ങളൊന്നുമില്ല. സീഡ്ലിങ്ങിനും ഇതേ വളം നമുക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണു. ലൈക്ക് തരാൻ മറന്നു അല്ലേ കേട്ടോ. മാത്രമല്ല പുതുതായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. നമുക്കിനി ഒരുപാട് വീഡിയോസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റും ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ട് കൊണ്ടുവരാം. അതുവരേക്കും ഗുഡ് ബൈ. താങ്ക് യു.